ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരാമൽ കസ്റ്റാർഡ്. കരാമൽ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ട, 125 ഗ്രാം ഷുഗർ പൊടിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 150 ഗ്രാം ഷുഗർ എടുക്കാം. പൊടിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ കരാമൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് സ്വല്പം ബട്ടർ. ഇതിൻ്റെ ഉപയോഗം ഞാൻ പിന്നെ പറയാം. ഇത് 500 ml പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ചൂട് പോയിട്ടില്ല. ഇത് ലൂക്ക് വാമാണ്. ഇതൊരു പിഞ്ച് സോൾട്ട്. ഇത് വനില എസൻസ്. ഇതിൽ നിന്ന് ഞാനൊരു 1 ടീസ്പൂൺ ചേർക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് കരാമൽ ഉണ്ടാക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. ഈ 3 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ഇതിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നു. ഇതിൽ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്പൂൺ ഉപയോഗിച്ചാൽ ആ സ്പൂണെ പറ്റുന്ന ഷുഗറെല്ലാം അങ്ങ് ക്രിസ്റ്റലൈസ് ആയി പോകും. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഗോൾഡൻ കളർ ആകുന്നതും വരെ നമ്മളിത് ചെയ്തിട്ടിരിക്കണം. ചെറുതായിട്ട് ഗോൾഡൻ കളറായി തുടങ്ങി. ഒരു 2-3 മിനിറ്റ്സും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗോൾഡൻ കളറായി. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. കരാമൽ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പോകുന്ന വെസലിലേക്ക് ഞാനിത് ഒഴിച്ചു. 4 മുട്ട പൊട്ടിച്ച് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. ഈ ഷുഗർ പൊടിച്ച് വെച്ചത് ഞാൻ ഇതിലേക്കിടുന്നു. 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു. ഇനി ഞാനിത് മിക്സ് ചെയ്യാൻ പോകുന്നു. ഈ എഗ്ഗും ഷുഗറും കൂടെ നല്ലപോലെ മിക്സായി. ഇതിലേക്ക് ഞാനിനി പാല് കുറച്ചായിട്ട് ഒഴിക്കാൻ പോകുന്നു. ഇതിലേക്ക് ഞാനൊരു പിഞ്ച്, ഒരു പിഞ്ച് ഇല്ല, ഒരു ഹാഫ് പിഞ്ച് സോൾട്ട് ഇട്ടു. ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നു. ഇതായിട്ടുണ്ട്. ഇനി ഞാനൊരു സ്വല്പം ബട്ടർ എടുത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ചെയ്യുന്നത് പോലെ ഈ ഡിഷിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പുരട്ടുന്നു. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഡീമോൾ ചെയ്യുമ്പം അത് പൊട്ടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കരാമൽ കസ്റ്റാർഡ് ഒരു പീസായിട്ട് തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ മിക്സർ തണുത്തു, ഈ പാത്രവും തണുത്തു. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കരാമൽ കസ്റ്റാർഡിൻ്റെ മിക്സർ ഒഴിക്കുന്നു. എഗ്ഗ് വൈറ്റ് ഡിസോൾവ് ആകാൻ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മളിത് സ്ട്രെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തും എഗ്ഗ് വൈറ്റിൻ്റെ ചെറിയ പാർട്സ് ഉണ്ട്. ഇനി ഞാൻ ഇതൊരു സിൽവർ ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നു. സിൽവർ ഫോയിലിന് പകരം നിങ്ങൾക്കൊരു ചെറിയ പ്ലേറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഞാൻ എൻ്റെ ന്യൂട്രിപോട്ടിലാണ് കരാമൽ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ചു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത് അറൗണ്ട് 200 ml വെള്ളമുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക്, സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ പാത്രം വെക്കുന്നു. എൻ്റെ ന്യൂട്രിപോട്ട് അടച്ചു. ഇതിപ്പം വെൻഡിങ് മോഡിലാണ് ഇരിക്കുന്നത്. ഞാനിത് സീലിംഗ് മോഡിലാക്കി. ഞാൻ മാനുവലി പോയി. മാനുവൽ 20 മിനിറ്റാണ് കാണിക്കുന്നത്. എനിക്ക് 15 മിനിറ്റ് മതി. ഞാനിത് 15 മിനിറ്റായി. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് ഇനിയും കാണാം.
നിങ്ങളുടെ കയ്യിൽ ന്യൂട്രിപോട്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്യാം. ഇഡ്ഡലി പാത്രത്തിൽ ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും, ചിലപ്പം 25 മിനിറ്റ്സ് വരെ എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് OTGയിൽ ഓവനിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കാം. അപ്പം ഒരു 40 to 45 മിനിറ്റ്സ് വരെ എടുക്കും. ഇടയ്ക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനിയും കാണാം. 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ന്യൂട്രിപോട്ട് വാം മോഡിലേക്ക് പോയി. ഞാനിത് വാം മോഡിൽ വെക്കുന്നില്ല, ഞാനിത് ക്യാൻസൽ ചെയ്യുന്നു. ഈ ന്യൂട്രിപോട്ടും ഓഫ് ചെയ്യുന്നു. പക്ഷേ സ്റ്റീം നാച്ചുറൽ പ്രഷർ റിലീസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രഷറുണ്ട്, അതുകൊണ്ട് ഈ സ്റ്റീമിൻ്റെ പ്രഷറെല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇനിയും വരാം. ഇത് നമ്മുടെ ന്യൂട്രിപോട്ട് തണുത്തോന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് സ്റ്റീമെല്ലാം പോയി. അപ്പോൾ നമുക്കിനി ഇത് തുറക്കാം. നിങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോഴും ഈ ഡക്കൻ്റെ ഉള്ളിൽ കുറേ വെള്ളം കാണും. ആ വെള്ളം ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഷേക്ക് ചെയ്ത് കളയുക. ഇവിടെ കരാമൽ കസ്റ്റാർഡ് ഞാൻ വെളിയിലെടുത്തു. വെന്തോ ഇല്ലെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ടച്ച് ചെയ്താൽ മതി. നൈസ് ആൻഡ് സോഫ്റ്റ്. നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കുന്നില്ല. ഇത് ഞാൻ ഒരു അരമണിക്കൂർ വെളിയിൽ തണുക്കാനായിട്ട് വെക്കുന്നു. തണുത്ത് കഴിഞ്ഞ് ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിനിയും കാണാം. നമ്മുടെ കരാമൽ കസ്റ്റാർഡ് ന്യൂട്രിപോട്ടിൽ നിന്ന് എടുത്ത് ഹാഫ് ആൻ അവർ ഞാൻ വെളിയിൽ വെച്ചു. അതിനുശേഷം 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. നിങ്ങൾ ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ സൈഡ് ഗീയോ ബട്ടറോ വെച്ച് ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ വേഗം നിങ്ങൾ ഇളകിപ്പോരും. ഗ്രീസ് ചെയ്തില്ലെങ്കിൽ ഒരു കത്തി എടുത്ത് ഇതിൻ്റെ സൈഡ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. നമ്മുടെ ഷേപ്പൊന്നും പോകാതെ തന്നെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ കരാമൽ കസ്റ്റാർഡ് കിട്ടി. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങളൊരു ഡിമോൾഡ് ചെയ്യുമ്പം സൈഡ് ഇച്ചിരി എലിവേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റിലേക്ക് നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ ഈ കരാമൽ മുഴുവൻ വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കരാമൽ കസ്റ്റാർഡ് തയ്യാറായിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.